ഇവള് കള്ളം പറയാത്ത സത്യസന്ധയായ പെണ്ണാണെന്നല്ലേ നിങ്ങൾ പറയാറ്. എല്ലാരും ഇവളെ കണ്ട് പഠിക്കണമെന്നും പറയാറുണ്ട്. വേറെ എവിടെയും പെണ്ണില്ലാത്ത പോലെ നിങ്ങൾ തേടി പിടിച്ചു കൊണ്ടുവന്ന് മരുമകളല്ലേ. ഇവള് മാല കെട്ടാൻ പോയി, അവൻ ട്രിപ്പ് പോയി. ഇതുപോലെ എത്ര നുണകൾ പറഞ്ഞ് നമ്മളെ പറ്റിച്ചിട്ടുണ്ടാവും. അമ്മേ എന്താടി അവൻ പോലീസ് സ്റ്റേഷനിൽ ലോക്കപ്പിലുള്ളതെന്ന് പറയാൻ വിഷമമുണ്ടോ? എന്തോന്നും പറയാത്തെ? നീ എന്തിനും തലയും കുഞ്ചി നിൽക്കുന്നത്? ആദ്യമായിട്ടാണോ നിന്റെ ഭർത്താവ് ലോക്കപ്പിൽ കിടക്കുന്നത്? വലിയ കാര്യല്ലേ, ഭർത്താവിനെ ഓർത്ത് അഭിമാനിക്ക്. അമ്മേ, നമ്മള് നേരത്തെ അറിഞ്ഞില്ലായിരുന്നെങ്കിലേ ഇവിടുത്തെ കള്ളം പറഞ്ഞങ്ങ് മെയിൻറ്റെയിൻ ചെയ്തേനെ. ഞാനിതെങ്ങനെ അറിഞ്ഞുവെന്നാവും നീ ആലോചിക്കുന്നത്. വർഷയുടെ അമ്മ ഇവിടെ വന്നിരുന്നു. മഹിമയാ പറഞ്ഞത്. വർഷയ്ക്ക് ഫോൺ ചെയ്ത് നിന്റെ ഭർത്താവിനെ പുറത്തിറക്കാൻ യാചിച്ചു. അവളാണെങ്കിൽ അവളുടെ അമ്മയെ വിളിച്ചു പറഞ്ഞു. അങ്ങനെയല്ലേ വർഷ? ഞാനൊരു ഹെൽപ്പ് ചോദിച്ചതാ, അതിനിപ്പോ എന്താ? നീ ഇതിനിടെ ഇവൾക്ക് ഹെൽപ്പ് ചെയ്യുന്നേ? നിങ്ങൾ തമ്മിൽ തെറ്റിയതല്ലേ? അവൻ വല്ല റൌഡി തരം കാണിച്ച് ലോക്കപ്പിലായതാവും. അതിന് നമ്മളെന്തിനു നിന്നു കൊടുക്കുന്നേ? എന്താ പ്രശ്നം? എന്തിനു സച്ചേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്തേ? അവരാരെങ്കിലും കള്ളം കുടിച്ചോണ്ട് അടിച്ചാണ്, അല്ലെങ്കിൽ വെള്ളം ഒടിച്ചോണ്ട് എവിടെയെങ്കിലും കിടന്ന് ബഹളം വെച്ചാണ്. അദ്ദേഹത്തെ കുറിച്ച് ഇല്ലാത്തത് പറയരുത്. ഇല്ലാതാണോ? അത് അങ്ങനൊന്നും ചെയ്തിട്ടില്ല. സച്ചേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്യാതെ പോലീസ് പിടിച്ച് ലോക്കപ്പിലിടൂ. നിങ്ങൾ രണ്ടുപേരും കാരണം ഞങ്ങൾക്ക് വഴി നടക്കാൻ പറ്റാതായി. കുടുംബത്തിന് അപമാനം. ഇങ്ങനെ ഒരുത്തിനുള്ള കുടുംബത്തിലേക്കാണല്ലോ മോളെ വിവാഹം കഴിച്ച് അയച്ചെന്ന് മഹിമ എന്നോട് പറഞ്ഞു. അവള് പറഞ്ഞതിനൊന്നും എനിക്ക് മറുപടി കൊടുക്കാനേ പറ്റിയില്ല. നാണം കെട്ട് ഉത്തരം മുട്ടിപ്പോയി. അവരെന്തിനാ ഇവിടെ അങ്ങനെയൊക്കെ പറയുന്നത്? പക്ഷെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതൊന്നും പറഞ്ഞാ പോരെ? അമ്മ ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ പറയുന്നു ഞാൻ വിചാരിച്ചു ശ്രീകാന്തേ. അവളുടെ അമ്മ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? നാട് മുഴുവൻ അവനെ കുറിച്ച് ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത്. അച്ഛാ, സച്ചിൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ പോലീസാണ് അറസ്റ്റ് ചെയ്തേ? അത് എന്റെ അനിയൻ അറ്റൻഡൻസ് കുറവായതുകൊണ്ട് പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ലെന്ന് പ്രിൻസിപ്പൾ പറഞ്ഞു. ശരത്തിന് പരീക്ഷ എഴുതണ്ടേ? അതിന് ആ പ്രിൻസിപ്പാൾ സമ്മതിക്കണം. അദ്ദേഹത്തെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു ഡ്രാമ കളിക്കുന്നു. നീ കോളേജിൽ വരണം, നിനക്ക് പരീക്ഷ എഴുതാം. നിനക്ക് പരീക്ഷ എഴുതുന്നതിന് ഒരു തടസ്സവും ഞാൻ അനുവദിച്ചിരിക്കും. ശരത്തിനൊരു നല്ല കാര്യം ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിച്ചു. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ? വേറെ എന്തെല്ലാം വഴിയുണ്ടായിരുന്നു. ഇത് വലിയ പ്രശ്നമായില്ലേ? അവന് ലോക്കപ്പിൽ കയറുന്നില്ലേ? എന്താ മോളെ ആലോചിക്കാതെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അച്ഛാ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവനാണെങ്കിൽ മുന്നും പിന്നും ആലോചിക്കാതെ ഓരോന്നൊക്കെ ചെയ്യും. നീ എങ്ങനെയാ? നിനക്ക് എന്താ പറ്റിയേ? ഇങ്ങനെ ഓരോന്നും ചെയ്യരുത് നീ അവനോട് പറയണ്ടേ? നീ വേണ്ടേ പറഞ്ഞവനെ മനസ്സിലാക്കാനായിട്ട്? വർഷയുടെ അമ്മ പറഞ്ഞതിന് ശേഷം ഞാൻ അശോകനെ കൂടി പോലീസ് സ്റ്റേഷനിൽ പോയത്. അപ്പൊ നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഞാൻ പ്രിൻസിപ്പളിനെ കാണാൻ പോയതാ, പക്ഷെ കാണാൻ പറ്റിയില്ല. SIയോട് പറഞ്ഞപ്പോ CI മാഡം അറസ്റ്റ് ചെയ്തത് അവര് വന്നാലേ വിടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. മാഡം ആണെങ്കിൽ സ്ഥലത്തുമില്ല. അവൻ അങ്ങനെ വിടാനൊന്നും പോകുന്നില്ല. അവൻ അവിടുത്തെ റെഗുലർ കസ്റ്റമർ അല്ലേ. അവിടുത്തെ കേസുകളുടെ ലിസ്റ്റ് എടുത്താൽ എല്ലാത്തിലും അവനുണ്ടാവും. സച്ചേട്ടൻ ഒരു നല്ല കാര്യം ചെയ്യാൻ നോക്കിയതാ, പക്ഷെ അതിങ്ങനെ ആയി പോയതാ. എന്ത് നല്ലത്? ഇവളുടെ അനിയൻ കോളേജിൽ പോകാതെ നാട് ചുറ്റി നടന്നു. അതുകൊണ്ടല്ലേ പരീക്ഷ എഴുതാൻ പറ്റാതിരുന്നത്. നിന്റെ ഏട്ടനെ ഇതിലൊന്നും ഇടപെടേണ്ട ഒരാവശ്യമില്ല. ഇവളുടെ കുടുംബം കാരണം അവൻ കൂടി ലോക്കപ്പിലായി. എഴുതി നമുക്കൊരു അഡ്വക്കേറ്റിനെ കണ്ടാലോ? ഞാനിപ്പോ ആലോചിച്ചതാ, പരിചയമുള്ള ഏതെങ്കിലും അഡ്വക്കേറ്റിനെ തന്നെ കാണാം. അതൊന്നും വേണ്ട അച്ഛാ, നാളെ രാവിലെ സച്ചിനെ വിടാൻ സാധ്യതയുണ്ട്. വീട്ടിലേക്ക് നോക്കാം. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കിടന്നില്ലേ അവൻ? കുടുംബത്തിന്റെ മാനം കളയാൻ വേണ്ടി ഉണ്ടായൊരു ജന്മം. അതിന് പറ്റിയൊരു കെട്ടിയോളും. രേവതി എന്തൊക്കെ പറഞ്ഞാലും നീ കാണിച്ചത് തെറ്റ് തന്നെ. അവനേതായാലും എപ്പോഴും ഇങ്ങനെ തന്നെ. നീ അല്ലേ അവനെ തടയേണ്ടിയിരുന്നേ? നിന്റെ അനിയന് പരീക്ഷ എഴുതണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരെ പോയി കാണുമായിരുന്നു. എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സംസാരിക്കില്ലായിരുന്നു. ഇപ്പൊ നിങ്ങൾ ആ പ്രിൻസിപ്പളിനെ കബളിപ്പിച്ചു. എന്ത് ചെയ്താലും അത് നേരായ വഴിക്ക് വേണം ചെയ്യാനായിട്ട്. നിന്റെ കുടുംബത്തോട് എനിക്ക് സ്നേഹമില്ല. കാര്യങ്ങളൊക്കെ എന്നോട് പറയാറുള്ളതല്ലേ? ഇത് മാത്രം എന്താ പറയാതിരുന്നേ? സച്ചി അവനിങ്ങനെ കാണിക്കുന്നത് നമുക്കൊരു പുതുമയല്ല. നീ ഇപ്പൊ അവനെ തടയുന്നതിന് പകരം കൂട്ടു നിൽക്കുകയല്ലേ ചെയ്തേ? അതിന് എനിക്ക് വിഷമം. എന്തെങ്കിലും മോളിങ്ങനെ ചെയ്യരുതായിരുന്നു. അവനോട് എന്തെങ്കിലും കഴിച്ചു കാണാമോ? എടാ സുധി, നിന്റെ അച്ഛൻ തന്നെയാണ് ഇങ്ങനെ സംസാരിച്ചിട്ട് പോയത്. അമ്മേ, ഞാനും അതന്നെ ആലോചിച്ചത്. ഇനി അച്ഛന്റെ ഉള്ളില് വല്ല പ്രേതവും മറ്റോ കയറിയതാണോ? ആദ്യമായിട്ടാ അദ്ദേഹം ഇവൾ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത്. ഇന്ന് മഴ വരാൻ സാധ്യതയുണ്ട് പോലെ. എല്ലാരും പോയി കിടന്ന് ഉറങ്ങും. നിങ്ങളെയല്ലേ ഇപ്പോഴാടി എന്റെ രവിയെന്ന് നിന്നെ ശരിക്കും മനസ്സിലായത്. ഭാര്യയും ഭർത്താവും കൂടി ചേർന്ന് ഈ കുടുംബത്തെ എവിടെ കൊണ്ട് ചെന്ന് എത്തിക്കുന്ന് എനിക്കറിയത്തില്ല. മുറി കെട്ടണം, വീട് കെട്ടണം, ഇനിയും കാർ വാങ്ങിക്കണം, എന്തൊക്കെ ആയിരുന്നു. ഇപ്പൊ അവൻ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലിരുന്ന് അടി എണ്ണുന്നു. നീയോ ഇവിടെ കിടന്ന് അവരെ ഓർത്ത് കരയുന്നു. നിനക്കൊക്കെ വിധിച്ചതേ ഇത് തന്നെയാ. ചേച്ചി വന്നു. നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? നിങ്ങൾ ഇങ്ങോട്ട് വരണ്ടായിരുന്നല്ലോ. ഇന്നലെ രാത്രി ഇവൻ ഉറങ്ങിയിട്ടില്ല. രാവിലെ തന്നെ എന്നെ വിളിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഇവനെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയിട്ട് ഇപ്പൊ സച്ചേട്ടനകത്തായി. എല്ലാത്തിനും കാരണം ഇവനാ. ചേച്ചി, എനിക്ക് നല്ല വിഷമമുണ്ട്. എന്നെ കുറ്റപ്പെടുത്തരുത്. എടാ സർ, CI മാഡം വന്നോ? വന്നിട്ടുണ്ട്. കയറി സംസാരിച്ചോളൂ. മാഡം വിടുമെന്ന് അറിയില്ല. എന്താ നടന്നെന്ന് പറഞ്ഞു വിടും ചേച്ചി. മാഡം വരും. മാഡം, ഞാൻ സച്ചേട്ടന്റെ ഭാര്യ. അദ്ദേഹം കുടിച്ചിട്ടൊന്നുമില്ല, എന്നെ ഉപദ്രവിച്ചിട്ടുമില്ല. അദ്ദേഹത്തെ വെറുതെ വിടണം മാഡം. ഞാൻ അറിഞ്ഞു, ഏതോ പയ്യനെ എക്സാം എഴുതാൻ വേണ്ടി ഡ്രാമ കളിച്ചതാണല്ലേ? അതെ മാഡം. ഞാനിവരുടെ അനിയന. എനിക്ക് വേണ്ടി എങ്ങനെയൊക്കെ ചെയ്തത്? മാഡം, ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചെയ്തതാ. അദ്ദേഹത്തിന് നല്ല മനസ്സാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയതല്ല. നടു റോട്ടി വെച്ച് ഇങ്ങനെയൊക്കെ നാടകം കളിച്ചാ ആളുകൾ കംപ്ലൈന്റ് തരും. കോളേജിലെ പ്രശ്നം കോളേജിൽ തീർക്കണം. പ്രിൻസിപ്പലിന്റെ മുന്നിൽ നാടകം കളിക്കുകയല്ല വേണ്ടത്. ശരിക്കും അദ്ദേഹത്തെ കബളിപ്പിക്കുകയല്ലേ നിങ്ങള്? അയ്യോ, ചെയ്തത് തെറ്റ് തന്നെയാ. ക്ഷമിക്കണം. ഇവന് പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ള വിഷമത്തില് ചെയ്തു പോയതാ. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. മോഹൻ, മാഡം. ഡോ സച്ചിയെ കൂട്ടിയിട്ട് വാ. ശരി മാഡം. സച്ചി തന്നെ വിട്ടു. സത്യമുണ്ട് സാറേ. അതെ, ഒരു ഒപ്പിട്ടിട്ട് നിനക്ക് പോവാം. ശരി സാർ. തോമസേ, തുറന്നോളൂ. ഇനി റോഡിൽ വെച്ച് ഇങ്ങനെ ഡ്രാമ കളിക്കുന്നത് കണ്ടാലേ വീട്ടിലേക്കല്ല ജയിലിലേക്കായിരിക്കും അയക്കുന്നത്. ഇല്ല മാഡം. പിന്നെ ഉദ്ദേശശുദ്ധി നല്ലതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രം കേസാക്കാത്തത്. മര്യാദയ്ക്ക് പഠിക്കാൻ പോയാ വീട്ടുകാർക്കൊന്നും ഇങ്ങനെ നാടകം കളിക്കേണ്ട ആവശ്യം വരില്ല. ഇല്ല മാഡം, ഇനിങ്ങനെ ഉണ്ടാവില്ല. അതെ. ശരി, പോയിക്കോ. താങ്ക് യു മാഡം. താങ്ക് യു. സച്ചേട്ടാ, സന്തോഷായി എനിക്ക്. രാത്രി മുഴുവൻ ഞാൻ ലോക്കപ്പിൽ കിടന്നപ്പോ നിങ്ങൾക്ക് സന്തോഷമായില്ലേ?
പുറത്തിറങ്ങിയതില്ല സന്തോഷം. വലിയ കാര്യം സച്ചേട്ടൻ ചെയ്ത. ഇവൻ എക്സാം എഴുതാലോ. ഇത് എന്റെ ഐഡിയ ആയിരുന്നു. ഇവള് വേണ്ടാന്ന് ആദ്യം എന്നോട് പറഞ്ഞതാ. ഞാൻ കേട്ടില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരറിഞ്ഞു? എന്തായാലും ഇതൊക്കെ അനുഭവം തന്നെ. എടാ, അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയും രേവതിയുടെ കുടുംബം നിന്റെ കുടുംബമാണ്. ഞാനും അങ്ങനെ കാണും. ഇവൻ പഠിച്ച് വലിയ ആളായ എനിക്കും അഭിമാനിക്കാലോ. സച്ചേട്ടന് എന്നോടുള്ള സ്നേഹം മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ സച്ചേട്ടനോട് മര്യാദയില്ലാതെ സംസാരിച്ചിട്ടുണ്ട്. ഒരു ശത്രുവിനെ പോലെ കണ്ടിട്ടുണ്ട്. എന്നിട്ടും അതൊന്നും മനസ്സിൽ വെക്കാതെ സച്ചേട്ടൻ എനിക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു. എന്നോട് ക്ഷമിക്ക് സച്ചേട്ടാ. എന്നാണ് അതൊക്കെ? നീ എന്തൊരു കാലൊക്കെ പിടിക്കുന്നത്? ആരുടെയും കാല് പിടിക്കരുത്. നീ കയറുന്നു. എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ. നീയെ പഠിച്ച് നല്ല നിലയിലെത്തണം. നോക്ക്, നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയാ രേവതി ആന്റണിയുടെ അടുത്ത് പോയത്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് നീ നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയാ. അത് നിന്റെ മനസ്സിലുണ്ടാവണം. ഞാൻ നന്നായിട്ട് പഠിക്കും സച്ചേട്ടാ. നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന നിലയിൽ ഞാൻ എത്തും. പോട്ടെ, നിനക്ക് കോളേജ് പോകണ്ടേ? നിനക്ക് ജോലിക്ക് പോകണ്ടേ? രണ്ടുപേരും ചെല്ല്. പോ. ശരി. സച്ചേട്ടാ നമുക്ക് ഇറങ്ങിയാലോ? ഇന്നലെ ഉറങ്ങിയിട്ടേ? ഇന്നലെ സച്ചേട്ടൻ ഇറങ്ങിയില്ലേ? ഞാൻ നന്നായിട്ട് ഉറങ്ങി. നമ്മുടെ ശരത്തിന് പരീക്ഷ എഴുതാൻ പറ്റുമല്ലോ. അതിനു വേണ്ടിയല്ലേ ഇതൊക്കെ കാട്ടിക്കൂട്ടിയത്. പിന്നെ സ്റ്റേഷനിൽ കിടക്കുന്നതും ഇറങ്ങുന്നതൊന്നും പുതുമുള്ള കാര്യമല്ലല്ലോ. അല്ല, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ മഹാത്മാഗാന്ധി ജയിലിൽ കിടന്നിട്ടില്ലേ? അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു കാര്യത്തിന് സച്ചി കിടക്കുന്നത് നിസ്സാരമല്ലേ? ഈ യുദ്ധവും സ്വാതന്ത്ര്യവും ഒക്കെ കൊള്ളാം. ഇനി വീട്ടിലൊരാള് കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ അച്ഛൻ. ഇതൊക്കെ അവിടെ കൂടി ചെന്ന് പറഞ്ഞാ മതി കേട്ടാ. വാ. എത്ര ചേട്ടാ? 100. അമ്മ വിളി തന്നെ നോക്കിയപ്പോണ്ട്. രാവിലെ എന്നെ ആരോടും പറയാതെ എങ്ങോട്ടേക്കൊന്നില്ലാതെ പോയല്ലേ? എത്ര സമയമായിട്ട് പോയിട്ട്? ഞാൻ സച്ചേനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയതാ. ഇവനെന്താ സ്കൂളിൽ പോയതാണോ കൂട്ടിട്ട് വരാൻ? ദേ വന്നിരിക്കുന്നത് നിങ്ങളുടെ മോൻ. വലിയ സമരത്തിൽ പങ്കെടുത്തതിന് പോലീസ് പിടിച്ചോണ്ട് പോയി സമര നായകനെ അവര് വെറുതെ വിട്ടു. ആന്റി ഇവിടെ നിൽക്കായിരുന്നോ? എന്ത് പറ്റി ശ്രുതി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അമ്മേ, എനിക്ക് ഇനിയും ചായ കിട്ടിയില്ല അമ്മേ. എങ്ങനെ കിട്ടാന്? ചായ ഉണ്ടാക്കേണ്ടവള് ഈ ത്യാഗിയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കല്ലേ? നിനക്ക് ചായ വേണമെങ്കിൽ നിന്റെ ഭാര്യയോട് പറ. ഇവരോട് വേലക്കാരിയല്ല. രവിയേട്ടാ, നിങ്ങൾക്ക് മുഖം തരാതിരിക്കാൻ വേണ്ടി ഇവൻ തന്ത്രപൂർവ്വം വിഷയം മാറ്റി സുധീർ തലയിൽ കയറുക. എടാ സച്ചി, നീയേ ഇവിടെ വീടിന്റെ മുകളിൽ ഒരു മുറി കെട്ടുമെന്ന് പറഞ്ഞില്ലേ? എന്റെ അഭിപ്രായത്തില് നീ ഏതായാലും ഇവിടെ മുറി കെട്ടണ്ട. പോലീസ് സ്റ്റേഷനിൽ നീ ഒരു മുറി കെട്ട്. അതാവുമ്പോഴേ അവിടെ താമസിക്കുകയാണെങ്കിൽ കൂടെയുള്ള ഈ വരവും പോക്ക് ഒഴിവാക്കാലോ. പരാതിപ്പെടേണ്ടവര് പരാതിപ്പെട്ടിരുന്നെങ്കിലേ നീ പോലീസ് സ്റ്റേഷനിലല്ല ജയിലിൽ പോയി കിടന്നെ. കളിക്കില്ല മോനെ. തെറ്റ് ചെയ്തിട്ടല്ല എനിക്ക് പോലീസ് സ്റ്റേഷൻ കിടക്കേണ്ടി വന്നത്. ഒരു നല്ല കാര്യം ചെയ്താ. അതിപ്പോ ഇങ്ങനെ ആയിപ്പോയി. അച്ഛാ, നല്ലതിന് വേണ്ടി ചെറിയ കളത്തിലങ്ങൾ കാണിക്കുന്നതിൽ തെറ്റില്ലെന്ന് അച്ഛനും അച്ഛമ്മയൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇത് ചെറിയൊരു ഡ്രാമ കളിച്ചതാ. ഭാര്യയ്ക്കും ഭർത്താവിനും നന്നായിട്ട് അഭിനയിക്കാൻ അറിയാലോ. പക്ഷെ നാടകം പൊളിഞ്ഞു പോയല്ലേ? പൊളിഞ്ഞിട്ടൊന്നുമില്ല. എന്താണ് ലക്ഷ്യപ്പെട്ടത് നടക്കും. ശരത്ത് പരീക്ഷ എഴുതിയിരിക്കും. ആ കുടുംബത്തിന് പോലീസ് സ്റ്റേഷനിൽ കയറുന്ന ഒരു പുതുമയല്ല. ഇവിടെ നീ മാത്രം ഇങ്ങനെ കുടുംബത്തിന്റെ മാനം കളയാനായിട്ട് ഒരു ജന്മം. എന്ത് ചെയ്യാനാ? തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും പോലീസ് തന്നെ പിടിച്ചോണ്ട് പോകും. തെറ്റുകളുടെ കൂമ്പാരത്തിൽ മുങ്ങി കിടക്കുന്ന ചില ക്രിമിനലുകളുണ്ട്. നമ്മുടെ വീട്ടിലുണ്ട് അങ്ങനെ ചിലര്. അവരെയൊന്നും പോലീസ് പിടിക്കുന്നുമില്ല. ഇവർക്കൊക്കെ രക്ഷപ്പെടാനുള്ള സാമർഥ്യമുണ്ട്. എനിക്കതില്ല. എന്തായാലും നിന്നെ പോലെ പറയിപ്പിക്കുന്ന ഒരുത്തൻ ഈ വീട്ടിലില്ല. എന്നിട്ട് അവൻ സ്വയം ന്യായീകരിക്കുക. എടാ, നിന്നെ ഒന്നും ആർക്കും നന്നാക്കാൻ കഴിയില്ല. നീയേ നന്നാവില്ല. നിങ്ങൾ വാ, ഞാൻ ചായ ഇട്ട് തരാം. ആർക്ക് വേണം ഇവളുടെയൊക്കെ ചായ? അമ്മ നല്ല ഒന്നാം തരം മസാല ചായ ഇടാം. അച്ഛൻ എന്നോടൊന്നും വേണ്ടാത്ത എന്നോട് ദേഷ്യമാണോ? അല്ലതിനു വേണ്ടിയാണെങ്കിലും ഞാനങ്ങനെ ചെയ്യരുതായിരുന്നു. സോറി അച്ഛാ.